Good afternoon. So, last class we നോക്കിയത് transformation methods ആണ്. അതായത് analog filter to digital filter transformation methods ആണ് നോക്കിയത്. അതിൽ first method impulse invariance method ആണ് നമ്മൾ last classൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ പ്രോബ്ലം ചെയ്തു. So, second method is bilinear transformation. So, ഞാൻ impulse invariance ന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് low pass ഫിൽറ്ററിനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഹൈ പാസ് ഫിൽറ്റർ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് തരണമെന്നില്ല. കാരണം അവിടെ ഏലിയാസിംഗ് എഫക്റ്റ് വരുന്നുണ്ട്, അതായത് ഓവർലാപ്പിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. സോ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ഇതിന്റെ സ്റ്റെപ്സ് പറയാം. സോ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എഴുതിയിരിക്കുന്നത് എന്താണ്? ഫ്രം ദ ഗിവൺ സ്പെസിഫിക്കേഷൻസ് ഫൈൻഡ് പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസീസ്. അതായത് പുതിയൊരു വേർഡ് വരുന്നുണ്ട്, പ്രീ വാർപ്പിംഗ്. സോ വാർപ്പിംഗ് എന്താണെന്ന് അറിയണം, പ്രീ വാർപ്പിംഗ് എന്താണെന്ന് അറിയണം. അപ്പൊ അത് ഞാൻ പറയാം. സോ ആദ്യം ഈ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടാവും. അതായത് ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ഒമേഗ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഓം വാല്യൂസ് ആയിട്ടുള്ള അനലോഗ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഓം ഈസ് ഈക്വൽ ടു 2/t ടാൻ ഓഫ് ω/2. നമ്മള് ഇമ്പൾസ് ഇൻവേരിയൻസിൽ നോക്കിയപ്പോൾ ഓം ഈസ് ഈക്വൽ ടു ω/t ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു ഓം ഇൻറ്റു ടി. ബട്ട് ഇവിടെ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷനിൽ ഈ ഒരു റിലേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓം ഈസ് ഈക്വൽ ടു 2/t ടാൻ ഓഫ് ω/t. അതെന്തുകൊണ്ടാണെന്ന് പറയാം. സോ അനലോഗ് ഫ്രീക്വൻസീസ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്സ് വെച്ചിട്ട് HFS കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സാമ്പിളിംഗ് റേറ്റ് ടി അസ്യൂം ചെയ്യുക. ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവാം എത്ര സെക്കൻഡ്സ് ആണെന്നുള്ളത്. തന്നിട്ടില്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആയിട്ട് അസ്യൂം ചെയ്യുക. ദെൻ HFS കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് S is equal to 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1. എവിടെയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് HFS. സോ HFS is equal to 1 by s plus 2 ആണെങ്കിൽ ആ s വരുന്നിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1. അപ്പൊ s വരുന്നിടത്ത് എത്ര ടേംസ് ഉണ്ടോ ആ ടേംസിലെല്ലാം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫിൽറ്റർ ട്രാൻസ്ഫോർമേഷൻ കിട്ടും. അപ്പൊ ഇത്രയാണ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. അതായത് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനുള്ള ആകെ കൂടിയുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ഒമേഗ വാല്യൂസിൽ നിന്നും അനലോഗ് ഫ്രീക്വൻസീസ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ദെൻ HFS കാൽക്കുലേറ്റ് ചെയ്യുക. ആ HFSൽ എസിന് പകരം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. സോ ബൈലിനിയറിൽ നിന്ന് ഇമ്പൾസ് ഇൻവേരിയൻസ് എന്നുള്ള ഡിഫറൻസ് എന്താണ്? ഇമ്പൾസ് ഇൻവേരിയൻസിൽ ഇവിടെ ഈ ഒരു റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ HFS കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ടാണ് അവിടെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. സോ അതാണ് ഇവിടെ വരുന്ന ഡിഫറൻസ്. ദെൻ ഈ പ്രീ വാർപ്പിംഗ് എന്താണെന്ന് നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ബൈലിനിയർ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ഈ ഒരു റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ഓം ഫ്രം ഒമേഗ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതില് ഫോർ ലോ ഫ്രീക്വൻസീസ്, അതായത് ഒമേഗയുടെ വാല്യൂ സ്മോൾ വാല്യൂ ആണെങ്കിൽ, അപ്പോൾ ഒമേഗ വളരെ തീരെ ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്ക് ടാൻ തീറ്റയില് തീറ്റ സ്മോൾ വാല്യൂ ആണെങ്കിൽ ടാൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് തീറ്റ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓം ഈസ് ഈക്വൽ ടു 2/t ടാൻ തീറ്റയ്ക്ക് പകരം തീറ്റ കൊടുക്കാം. ദാറ്റ് ഈസ് ω/2 എന്ന് വരും. ഓം ഈസ് ഈക്വൽ ടു ω/t അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു ഓം ഇൻറ്റു ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ റിലേഷൻ കിട്ടും. സോ ആ ഒരു ഗ്രാഫാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഓം ടി ആൻഡ് ഒമേഗ. സോ ഓം ടി ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറഞ്ഞാൽ ദേ ആർ ലീനിയർ. സോ ലീനിയർ ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും നമുക്ക് ലോ ഫ്രീക്വൻസീസിന്റെ കേസിൽ കിട്ടുന്നത്. ബട്ട് ഫ്രീക്വൻസീസ് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ലോ ഫ്രീക്വൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഹൈ ഒമേഗ വാല്യൂസ് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ടാൻ വാല്യൂ തന്നെ വരും. ടാൻ വാല്യൂ എന്ന് പറയുമ്പോൾ അത് നോൺ ലീനിയർ ആണ്. സോ അവിടെ ഒരു നോൺ ലീനിയാരിറ്റി വരും. അതാണ്
ഹൈ ഫ്രീക്വൻസീസിലോട്ട് പോകുമ്പോഴേക്കും ഈ ഒരു റിലേഷൻ ഒമേഗ ആൻഡ് ഓം ടി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കുറച്ച് നോൺ ലീനിയർ ആയിട്ട് പോകുന്നത്. സോ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്. അതായത് കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ അനലോഗ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് കാണിച്ചേക്കുന്നത്. സോ ആ ഒരു എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ മാപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് പറഞ്ഞ് കിട്ടുന്ന അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇത് നോക്കിയേ, ഇത് ഈക്വലി സ്പേസ്ഡ് ആണ്. ബട്ട് ഇവിടെ നമ്പർ ഓഫ് ബാൻഡ്സ് ഒക്കെ ഈക്വൽ ആണ്, ബട്ട് അത് തമ്മിലുള്ള സ്പേസിങ് കുറഞ്ഞു വരും. അപ്പൊ ആ ഒരു എഫക്റ്റ് നമുക്ക് വേണ്ടത് ഈ അനലോഗിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ആണ്. അപ്പൊ അത്രയും എത്ര വിഡ്ത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഇവിടെ കിട്ടണം. ബട്ട് ഈ ഒരു എഫക്റ്റ് മൂലം അതിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. അപ്പൊ ആ ഒരു ഡിസ്റ്റോർഷൻ ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ ഈ വാർപ്പിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അനലോഗ് ഫിൽറ്റർ അല്ലെങ്കിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്താണ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒമേഗ എന്ന് ഓം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാതെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ അനലോഗ് ഫിൽറ്റർ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന ഡിജിറ്റൽ ഫിൽറ്ററിൽ ഈ വാർപ്പിംഗ് എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല. അതല്ല ഓം ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ ടി എന്ന് പറയുന്ന ഡയറക്റ്റ് ഫ്രീക്വൻസി റിലേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും. സോ വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ആൻഡ് ഓം ടി തമ്മിലുള്ള റിലേഷൻ നോൺ ലീനിയർ ആയി പോകുന്നത് എപ്പോഴാണ്? ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച്. സോ അതെന്തുകൊണ്ടാണ്? ഇത് തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അനലോഗ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു എഫക്റ്റ് അതിൽ കൊണ്ടുവന്നാൽ പിന്നീട് ട്രാൻസ്ഫോർമേഷനിലും നമുക്ക് ആ ഒരു എഫക്റ്റ് വരും. അപ്പൊ ആ ഒരു ഡിസ്റ്റോർഷന്റെ എഫക്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്രീ വാർപ്പിംഗ്, ആ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ വാർപ്പിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ വാർപ്പിംഗ് ചെയ്യുന്നത്. സോ പ്രീ വാർപ്പിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അനലോഗ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് 5 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് വാർപ്പിംഗ് എഫക്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്ത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ സ്റ്റെപ്സ് ഓൾറെഡി പറഞ്ഞ സമയത്ത് പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസി എടുത്തിട്ട് വേണം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്സ് ഇനി ഒന്നുകൂടെ നോക്കിയേ. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാവും? ഒമേഗ പി, ഒമേഗ എസ്, ദെൻ ലാംഡ എപ്സിലോൺ, അങ്ങനെ വാല്യൂസ് ഉണ്ടാവും. ഡിജിറ്റൽ ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ. സോ ഒമേഗ പി, ഒമേഗ എസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഓം പി ആൻഡ് ഓം എസ് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓം പി എന്ന് പറയുമ്പോൾ ഇവിടെ ഓം പി ഈസ് ഈക്വൽ ടു 2/t tan ഓഫ് ഒമേഗ പി ബൈ 2 എടുക്കുക. ഓം എസ് ആണെങ്കിൽ ഓം എസ് ഇസ് ഈക്വൽ ടു 2/t tan ഓഫ് ഒമേഗ എസ് ബൈ 2 എന്നെടുക്കുക. അങ്ങനെ എടുക്കാതെ ഡയറക്റ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ ഓം ഇസ് ഈക്വൽ ടു ഓം എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എസ് ബൈ ടി എന്ന് പറയുന്ന ഇമ്പൾസ് ഇൻവേഡൻസ് ചെയ്ത പോലെ എടുത്തു പോവുകയാണെങ്കിൽ ഈ പ്രോബ്ലം ഫൈനൽ ആൻസർ തെറ്റിപ്പോകും. ബൈലിനിയർ ട്രാൻസ്ഫോർമേഷനിൽ ഈ സ്റ്റെപ്പാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ ബാക്കി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ ദെൻ ഓം വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെയിം സ്റ്റെപ്സ് ആണ്. ഓർഡർ കണ്ടുപിടിക്കുക, HOS എഴുതുക, അത് സോൾവ് ചെയ്യുക. ഫൈൻ, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, HAOS എന്ന് പറയുന്നത് ആക്ച്വൽ HOS എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ HOS എന്ന് ജനറലി പറയുന്നത്. അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. HOS കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് എസിന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാക്സിമം റെഡ്യൂസ് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പ് എഴുതുക. സോ അതാണ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. സോ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അപ്ലൈ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ടു HOS is equal to 2/s+1 and s+2 with t is equal to 1 seconds and find HOS. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടെ ഫിൽറ്റർ ഡിസൈൻ ഒന്നും വരുന്നില്ല, ഓൾറെഡി ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്യാം? ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? HOS എഴുതുക. HOS എങ്ങനെ കിട്ടുന്നത്? HOS is equal to HOS with S is equal to 2/t into 1 minus Z raised to
മൈനസ് 1/1 പ്ലസ് ഇസഡ് റേസ് ടു -1. സോ എസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ടിയുടെ വാല്യൂ 1 സെക്കൻഡ് ആണ്. സോ നമുക്ക് ടിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ഓഫ് എസ് എന്താണ്? 2/s+1 ഇൻറ്റു s+2. സോ എസ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 എസിന് പകരം 2/t. ടിയുടെ വാല്യൂ 1 ആണ്. സോ 2 ഇൻറ്റു 1 മൈനസ് ഇസഡ് റേസ് ടു -1/1 പ്ലസ് ഇസഡ് റേസ് ടു -1 പ്ലസ് 1 into s+2. 2 into 1 minus z raised to -1/1 plus z raised to -1 plus 2. ഇത് സോൾവ് ചെയ്ത് എഴുതുക. മാക്സിമം റെഡ്യൂസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഈക്വൽ ടു 2 into 1 minus z raised to -1 plus 1 plus z raised to -1/1 minus z raised to -1 into 2 into 1 minus z raised to -1 plus 2 into 1 plus z raised to -1 divided by 1 plus z raised to -1. ഇത് സോൾവ് ചെയ്യാം. ഇവിടെ 1 പ്ലസ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് 1 പ്ലസ് ഇസഡ് റേസ് ടു -1 ഹോൾ സ്ക്വയർ മുകളിൽ പോകുന്നു. ഇത് സോൾവ് ചെയ്യുന്നു. സോ ബാക്കി സോൾവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 വരുന്നു. ദെൻ ഇത് a+b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇവിടുന്ന് 6 പുറത്തെടുത്തു. ഫസ്റ്റ് ടൈം 1 ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടം വരെ ചെയ്താലും മതി. ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. സോ ഇതാണ് ഫൈനൽ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി എ പാർട്ടിൽ ചോദിക്കാം. എച്ച് ഓഫ് എസ് തന്നിട്ട് കറസ്പോണ്ടിങ് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാൻ പറയാം യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻസ് ആൻഡ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ ഡിജിറ്റൽ ബട്ടർവർത്ത് ഫിൽറ്റർ സാറ്റിസ്ഫൈങ് ദി കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എല്ലാം ഡിജിറ്റൽ പാരാമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ടൈം തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 1 seconds ആണ് സാമ്പിളിംഗ് ടൈം. യൂസിങ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. സോ ആദ്യം എന്ത് ചെയ്യുക? പാരാമീറ്ററിൽ നിന്ന് നമുക്ക് വേണ്ട സ്പെസിഫിക്കേഷൻസ് എഴുതിയെടുക്കുക. സോ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1/√1 plus epsilon square, that is equal to 0.707. പിന്നെ ഉള്ളത് ഇതാണ്. അതിന്റെ വാല്യൂ 1/√1 plus lambda square ആണ്. is equal to 0.2. then frequencies. ഇത് ഒമേഗ പി സ്മോൾ വാല്യൂ പാസ് ബാൻഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന വാല്യൂ stop and frequency. Omega p is equal to pi/2 radians and omega s is equal to 3 pi/4 radians. So ഇതിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അനലോഗ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എപ്സിലോണിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എപ്സിലോണിന്റെ വാല്യൂ കിട്ടുന്നത് 1 ആണ്. ലാംഡ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 4.898. ദെൻ അനലോഗ് ഫ്രീക്വൻസീസ് എഴുതുക. ഇത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ആദ്യം എന്ത് ചെയ്യുക? പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓം പി ഇസ് ഈക്വൽ ടു 2/t tan of omega p/2 and om s is equal to 2/t tan of omega s/2. t is equal to എത്രയാണ്? 1 seconds ആണ്. സോ ഓം പി is equal to 2 tan omega p എത്രയാണ്? pi/2 ആണ്. സോ pi/2/2 pi/4
ഹിയർ 2 tan omega s is equal to 3 pi by 4 ആണ്. by 2 ആകുമ്പോഴത്തേക്കും 3 pi by 8 is equal to is equal to 2 and this value will be 4.828. അപ്പോൾ നമ്മൾ സ്റ്റെപ്സിൽ പറഞ്ഞ പോലെ സ്പെസിഫിക്കേഷനിൽ നിന്ന് അനലോഗ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്തു. അതും പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീസ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി എന്ത് ചെയ്യാം, ഈ വാല്യൂസ് യൂസ് ചെയ്ത് എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്സ് യൂസ് ചെയ്ത് എച്ച് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിലാദ്യം എന്താണ് ചെയ്യുന്നത്, ഫൈൻഡ് ദി ഓർഡർ ഓഫ് ദ ഫിൽറ്റർ n. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log lambda by epsilon by log ohm s by ohm p. So lambda by epsilon value എന്താണ്, ലാംഡയുടെ വാല്യൂ 4.898 by epsilonയുടെ വാല്യൂ 1 divided by log ohm s by ohm p. ohm s ന്റെ വാല്യൂ 4.828 ohm p യുടെ വാല്യൂ 2. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് വാല്യൂ ഈക്വൽ ടു 1.803. സോ അങ്ങനെയാണെങ്കിൽ n ഷുഡ് ബി അപ്രോക്സിമേറ്റഡ് ടു നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻറ്റിജർ, ദാറ്റ് ഈസ് 2. അപ്പോൾ ഓർഡർ ഓഫ് ദി ഫിൽറ്റർ 2 ആണ്. സോ ഫിൽറ്ററിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. എച്ച് ഓഫ് എസ് ഈക്വൽ ടു, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1/s² പ്ലസ് √2s പ്ലസ് 1 ആണ്. നമ്മൾ ടേബിളിൽ നിന്ന് എഴുതുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഓം സി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഓം പി ബൈ എപ്സിലോൺ റേസ് ടു 1/n. ഇവിടെ എപ്സിലോണിന്റെ വാല്യൂ 1 തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ 1 ആയിട്ട് കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഓം പി തന്നെയാണ്. ഓം പിയുടെ വാല്യൂ എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ ഇനി എന്താണ് ചെയ്യേണ്ടത്, എച്ച് ഓഫ് എസിലെ എസിന് പകരം എസ് ബൈ ഓം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എസ് ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആക്ച്വൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി ഫിൽറ്റർ എന്ന് പറയുന്നത് 1/s ന് പകരം എസ് ബൈ ഓം സി. എസ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഇൻറ്റു എസ് ബൈ 2 പ്ലസ് 1. സോൾവ് ചെയ്യാം. 1/s²/4 പ്ലസ് എസ് ബൈ √2 പ്ലസ് 1. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് 4/s² പ്ലസ് 2.828s plus 1. That is analog transfer function of the filter with given specifications എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. 4/s² plus 2.828s plus 1. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അനലോഗ് ആയി. ഇനി നമ്മൾ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫോർമേഷനിൽ എന്താ ചെയ്യേണ്ടത്, എസിന് പകരം 2/t ഇൻറ്റു 1 - z⁻1 ഇൻറ്റു 1 പ്ലസ് z⁻1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എച്ച് ഓഫ് ഇസഡ് കിട്ടാനായിട്ട് നമുക്ക് കിട്ടിയ എച്ച് ഓഫ് എസിൽ എസിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/t ആണ്, t is equal to 1 seconds ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4/s ന് പകരം 2 ഇൻറ്റു 1 - z⁻1 ബൈ 1 പ്ലസ് z⁻1 the whole square plus 2.828 into same value 2 into 1 minus z⁻1 by 1 plus z⁻1 plus 4. So ഇത് സോൾവ് ചെയ്ത് ഏറ്റവും മിനിമൈസ് ചെയ്ത് ഫോർമുല ആക്കുക. സോ ഇവിടെ വരെ ഇത് തന്നെ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടും. ലാസ്റ്റ് 1-2 മാർക്കായിരിക്കും ഇതിന്റെ
1 മാർക്കായിരിക്കും ഇതിൻ്റെ ബാക്കി സൊല്യൂഷന് കിട്ടുന്നത്. സോ ഇവിടം വരെ മസ്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷമുള്ള സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത്രോളം ചെയ്യാം. സോ കംപ്ലീറ്റ് സൊല്യൂഷൻ മിനിമൈസ് ചെയ്ത് എഴുതിയാൽ ഫുൾ മാർക്സ് കിട്ടും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇടയ്ക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 4 × 1 + z raised to -1 the whole square divided by 4 × 1 - z raised to -1 the whole square plus 5.656 × 1 - z raised to -2 plus 4 × 1 + z raised to -1 the whole square. The final answer is 0.2929 into 1 plus z raised to -1 the whole square by 1 plus 0.1716 z raised to -2. ഇതാണ് ഫൈനൽ h of z of the digital filler. സോ ഇവിടം വരെ ചെയ്യുക, ബാക്കി സോൾവ് ചെയ്ത് ഈ ആൻസറിലേക്ക് എത്തിക്കുക. ഇപ്പം ഈ ഒരു പ്രോബ്ലം ആണ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈനിൽ നമുക്ക് ചോദിക്കുന്നത്. ഒന്നിൽ ഇമ്പൾസ് ഇൻവേരിയൻസ് വെച്ച് ചോദിക്കും, അല്ലെങ്കിൽ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചോദിക്കും. സെയിം പ്രോബ്ലം തന്നെ 2 രീതിയിൽ ചോദിക്കാം. അപ്പോൾ അതിൽ ഡിഫറൻസ് വരുന്നത് എന്താണ്? ഇമ്പൾസ് ഇൻവേരിയൻസ് ആണെങ്കിൽ നമ്മൾ ഓം ഈസ് ഈക്വൽ ടു ω/t എന്ന ഒരു റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓം ഈസ് ഈക്വൽ ടു 2/t tan of ω/t എന്ന് പറയുന്ന റിലേഷൻ തന്നെ യൂസ് ചെയ്യാം. ദെൻ ഫിൽറ്റർ ഡിസൈൻ സെയിം സ്റ്റെപ്സ് ആണ് 2 മെത്തേഡിലും h of s കാൽക്കുലേറ്റ് ചെയ്യുന്നവരെ. അതിനുശേഷം ഇമ്പൾസ് ഇൻവേരിയൻസിലാണെങ്കിൽ h of s നെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ടേമിനും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നു. ഇവിടെ ആണെങ്കിൽ h of s കിട്ടിക്കഴിഞ്ഞാൽ s ന് പകരം 2/t 1 - z raised to -1 by 1 plus z raised to -1 ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. സോ ഈ ഒരു ഡിഫറൻസ് ആണ് ഈ 2 മെത്തേഡ്സിലും വരുന്നത്.